അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ട്രെയിൻ യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ പയ്യന്നൂരിൽ നിന്ന് നമ്മൾ തൃശ്ശൂർക്കാണ് വരുന്നത്. അപ്പോൾ പയ്യന്നൂർ സ്റ്റേഷനിൽ നമ്മളെത്തിയ പയ്യന്നൂർ സ്റ്റേഷൻ്റെ മുമ്പിൽ എന്തൊരു പണിയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ പുതിയതായിട്ടുള്ള സ്റ്റേഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുന്ന് വൈകിട്ട് 4:10 പുറപ്പെടുന്നത്, അതായത് മംഗലാപുരത്ത് നിന്ന് വരുന്ന ട്രെയിനാണ്. 4:10 ഇവിടെ എത്തുക, പക്ഷേ 10 മിനിറ്റ് ലേറ്റാണ് കാണുന്നത്. 16-348 നമ്പറുള്ള മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ്സിൽ നമ്മൾ പയ്യന്നൂരിൽ നിന്ന് തൃശ്ശൂർക്ക് പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക്, സെക്കൻഡ് പ്ലാറ്റ്ഫോമിലായിരുന്നു ട്രെയിൻ വരുന്നത് പറഞ്ഞു. അതിനിടയിൽ ഇപ്പോൾ അവിടെ നിർത്താത്തൊരു ട്രെയിൻ ആദ്യം ഭയങ്കര സ്പീഡിൽ അടിച്ചു പൊളിച്ച് പോകുന്നുണ്ടായിരുന്നു. ഏതോ വടക്കേ ഇന്ത്യയിലേക്കുള്ള യാത്രയാണ്, നോക്കാൻ പറ്റിയില്ല. ട്രെയിൻ ഭയങ്കര സ്പീഡായിരുന്നു. പല്ലിയും കുട്ടനൊക്കെ കൂടി വരുന്നുണ്ട്. ഹായ്, ഹലോ. ഞങ്ങൾ പയ്യന്നൂർ സ്റ്റേഷനിലാണ്, തൃശ്ശൂർക്കുള്ള ട്രെയിൻ കാത്തിരിക്കുകയാണ്. കുട്ടാൻ പല്ലി എല്ലാവരും ഉണ്ട്. അപ്പോൾ പുറകിൽ അവിടെ 5 വർഷം നിൽക്കുന്നുണ്ട്. അപ്പോൾ 4:20 ആവും ട്രെയിൻ വരാൻ. അതായത് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഈ ട്രെയിനിൻ്റെ വിശേഷങ്ങൾ, കൂടുതൽ വിശേഷങ്ങൾ ട്രെയിനിൽ കയറിയതിനു ശേഷം കാണിക്കണം. ഓക്കെ, ഇതിപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനാണ്. അതിൻ്റെ വിശേഷം നമുക്ക് അതിൽ വെച്ച് കാണാം. ഓക്കെ, അല്പസമയത്തിനകം നമ്മുടെ ട്രെയിൻ അവിടെ എത്തി. അതായത് 10 മിനിറ്റ് ലേറ്റ് ഉണ്ടായിരുന്നു, എന്നാലും ട്രെയിൻ എത്തി. 3rd AC-യിലാണ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. 3rd AC ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ട്രെയിനിൽ കയറി എല്ലാവരും സീറ്റിലൊക്കെ വന്നിരുന്നു. കുട്ടനപ്പോഴേക്കും കുട്ടൻ്റെ സ്ഥിരം സാധനം അവിടെ കിട്ടി. ലൈസും കുർക്കുറെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കുട്ടൻ വാങ്ങി കഴിക്കാൻ തുടങ്ങി. ഞങ്ങളങ്ങനെ ട്രെയിനിൽ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. പുറം കാഴ്ചകളെല്ലാം കണ്ടുള്ള യാത്ര. എല്ലാവരും മൊബൈൽ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ കേരളത്തിൻ്റെ പച്ചപ്പ് കൂടെ നല്ല അടിച്ചു പൊളിച്ച് പോകുന്ന ട്രെയിൻ, നല്ല സ്പീഡിൽ പോവുകയാണ്. പക്ഷേ ഇതിനെല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പുണ്ട്. ഒരുവിധപ്പെട്ട സ്റ്റേഷനുകളിൽ മുഴുവൻ ട്രെയിൻ നടത്തും. അപ്പോൾ ഇതിനിടയിൽ കുട്ടാൻ ഇതിൻ്റെ സ്പീഡ് നോക്കിയപ്പോൾ അറൗണ്ട് ഒരു 100-107 വരെ നമ്മൾ കണ്ടു. 97, 101, 108 വരെയൊക്കെ ഇതിൻ്റെ സ്പീഡ് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ട്രെയിൻ ഏതായാലും ഓരോ സ്റ്റേഷനുകൾ ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡുണ്ട്. അങ്ങനെ വീഡിയോ കണ്ടിരിക്കുന്നവർ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പ്ലീസ്. നല്ല പച്ചപ്പാണ്, കാരണം മഴക്കാലമായ കാരണമുള്ള നല്ല പച്ചപ്പുണ്ട്. എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രെയിൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വടകര സ്റ്റേഷൻ എത്താറായി. ഇപ്പോൾ വടകരയിലേക്കാണ് അടുത്ത് എത്താന്ന് തോന്നുന്നു. നമ്മൾ വിൻഡോ സീറ്റിലിരിക്കുമ്പോൾ നല്ല വെള്ളവും എല്ലാം നിറഞ്ഞിട്ടുള്ള നല്ല രസകരമായ കാഴ്ചയാണ് വിൻഡോ സീറ്റിരുന്നത്. അത് പ്രത്യേകിച്ച് മഴക്കാലത്ത്. അപ്പോൾ ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയി ടോയ്ലറ്റിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. ഇതിലും നമ്മൾ ബയോ ടോയ്ലറ്റിനെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം റെയിൽവേയിൽ കുറേ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാലക്രമേണ ഇതെല്ലാം മുഴുവനായിട്ട് ശരിയാവുന്നതായിരിക്കും. ഇത് ബയോ ടോയ്ലറ്റാണ്. പക്ഷേ ടോയ്ലറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ പഴയത് തന്നെയാണ്. എന്നാലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, വൃത്തിയുണ്ട്. വൃത്തിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ട്രെയിനാണ്. കാരണം അതൊരു നല്ല പോലെ എപ്പോഴും തിരക്കുണ്ടാവുന്ന ട്രെയിനാണ്. എന്നിട്ട് ഇത് ക്ലീനാക്കി കൊണ്ടുപോകണം. അങ്ങനെ വടകര സ്റ്റേഷനിലെത്തി ട്രെയിൻ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ കോഴിക്കോടെത്തി. കോഴിക്കോട് ഇങ്ങനെ ടൗണിലെ കാഴ്ചകൾ റെയിൽവേ സ്റ്റേഷനിലൂടെ ഇങ്ങനെ റെയിലിൽ കൂടെ ഇങ്ങനെ ട്രെയിനിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാം. അതിങ്ങനെ കണ്ടുകൊണ്ട് പാരമൗണ്ട് റെസ്റ്റോറൻറ്റ് അതൊക്കെ കണ്ട് നമ്മളങ്ങനെ കോഴിക്കോട് സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ കോഴിക്കോട് നമ്മൾ ഓൺലൈനിൽ ഇതിൽ IRCTCയുടെ സൈറ്റിൽ കൂടെ നമ്മൾ ഡൊമിനോസിൻ്റെ പിസ്സ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും വെയിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ പുറത്തിറങ്ങി നിന്നു കുറച്ച് നേരം. ഒരു 5 മിനിറ്റ് അവിടെ സ്റ്റേഷനിൽ ശരിക്കും ടൈമുള്ളൂ ട്രെയിനിന്. എന്നാലും ആളെ കാണുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഇയാൾ വരാൻ ലേറ്റ് ആവുമോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ആകെ വെയിറ്റ് ചെയ്ത് നിങ്ങളാണോ?
112. Thank you. Domino's. 112, yes. Okay, thank you. അങ്ങനെ തിരിച്ച് ഡൊമിനോസ് പിസയ്ക്കായിട്ട് ഞാൻ ട്രെയിനിൻ്റെ അകത്തേക്ക് തന്നെ കയറി. അവിടെ പിസ്സ കഴിക്കാൻ റെഡി ആയിട്ട് കുട്ടനും വലിയ എല്ലാവരും കൂടി ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരും പിസ്സ എടുത്ത് കഴിച്ചു. മഞ്ജുഷ അമ്മ ഒരു കഷ്ണം എടുത്ത് കഴിക്കലുണ്ടായുള്ളൂ. ബാക്കി എല്ലാവരും എനിക്ക് പിസ്സ വലിയ ഇഷ്ടമൊന്നുമില്ല, ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ കുട്ടനെ അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് പിസ്സ. അതിൻ്റെ കൂടെ വേറെ 1-2 ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേര് ഓർമ്മയില്ല. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ച് യാത്ര തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ നമുക്ക് ഷൊർണൂർ എത്തി. തൃശ്ശൂർ ശരിക്കും ട്രെയിനിൻ്റെ റൈറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:20 തൃശ്ശൂർ എത്തും. പക്ഷേ കോഴിക്കോട് നിന്നെല്ലാം റൈറ്റ് ടൈം തന്നെയാണ് ട്രെയിൻ എടുത്തത്. ട്രെയിൻ അവിടെ നിന്ന് എടുത്തു. കോഴിക്കോടിൻ്റെ സിറ്റി ടൗണിൻ്റെ ഇതിൽ കൂടെ അങ്ങനെ കടലുണ്ടി പാലത്തിന് മുകളിലേക്ക് നമ്മൾ കയറി. അത് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ അലങ്കരിച്ചിട്ടുണ്ട്. കാണാനൊരു കുറച്ചുകൂടി രാത്രി ആയിട്ടുണ്ടെങ്കിൽ കാണാനുള്ളൊരു ഭംഗി ഉണ്ടാവുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും രാത്രി ഒരു 8:20 കൂടിയിട്ട് നമ്മൾ ഷൊർണൂർ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു വെള്ളം മേടിക്കാൻ വേണ്ടി ഇറങ്ങി. സാധാരണ ഈ സ്റ്റേഷനിലൊരു 15 മിനിറ്റ് 20 മിനിറ്റ് ട്രെയിൻ ഇടുള്ളൂ. കാരണം അവിടെ നിന്ന് ഇതിൻ്റെ ടാങ്കിലൊക്കെ വെള്ളം അവർ ഫില്ല് ചെയ്യും. കാരണം ഇതിൽ നമുക്ക് ഇതിൻ്റെ ടോയ്ലറ്റിലും അല്ലെങ്കിൽ വാഷ് ബേസിനിലൊക്കെ ഉപയോഗിക്കാനുള്ള വെള്ളം ഫില്ല് ചെയ്യുക സാധാരണ ഷൊർണൂർ ജംഗ്ഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ട്രെയിൻ പോകുന്നില്ല. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം അവിടെ കിടന്നു എന്ന് പറയാം. കാരണം 8:20 വന്ന് അവസാനം ട്രെയിൻ അവിടെ നിന്ന് എടുക്കുമ്പോൾ 9:50 10 മണിയായി. 9:20 തൃശ്ശൂരത്തിൻ്റെ ട്രെയിനായിരുന്നു. അവസാനം അവിടെ നിന്ന് മൂവ് ചെയ്തു. ഞങ്ങൾ ഒരു 10:45 തൃശ്ശൂരെത്തി, റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇടയ്ക്ക് വല്ലപ്പം കാണാം. ഓക്കെ, ബൈ.